ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന 37ാം റൗണ്ട് പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സെവിയ്യയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ കിലിയൻ എംബപ്പെ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവർ നേടിയ ഗോളുകളാണ് റയലിന് ഇപ്പോൾ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ 12ാം മിനിറ്റിൽ തന്നെ സെവിയ്യ താരമായ ലോയിക് ബെയ്ഡ് റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു. പിന്നീട് 48ാമത്തെ മിനിറ്റിൽ ഇസാക്ക് റൊമേറോയും റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി. ഇതോടെ സെവിയ്യ 9 പേരായി കൊണ്ട് ചുരുങ്ങുകയായിരുന്നു. ഇതിന് ശേഷമാണ് റയലിന്റെ 2 ഗോളുകൾ പിറന്നത്. 75ാമത്തെ മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ചിന്റെ അസിസ്റ്റിൽ നിന്നും കിലിയൻ എംബപ്പെ ഗോൾ കണ്ടെത്തി. പിന്നീട് 87ാമത്തെ മിനിറ്റിൽ ഗോൺസാലോ ഗാർഷ്യയുടെ അസിസ്റ്റിൽ നിന്നും ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഗോൾ പിറക്കുകയായിരുന്നു. ഇങ്ങനെയാണ് സെവിയ്യയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് റയൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ജേതാക്കളായ FC ബാഴ്സലോണയ്ക്ക് ഇന്നലെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 2-3 ഗോളുകൾക്കാണ് വിയ്യാറയൽ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 4ാമത്തെ മിനിറ്റിൽ തന്നെ വിയ്യാറയൽ ലീഡ് എടുക്കുകയായിരുന്നു. പെരസ് ആയിരുന്നു അവർക്ക് വേണ്ടി ഗോൾ നേടിയിരുന്നത്. പക്ഷേ 38ാമത്തെ മിനിറ്റിൽ ലാമിൻ യമാലിലൂടെ FC ബാഴ്സലോണ തിരിച്ചടിച്ചു. പിന്നീട് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുന്നേ ഫെർമിൻ ലോപ്പസിന്റെ ഒരു ഗോൾ കൂടി പിറന്നു എന്നുള്ളതാണ്. ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ 1-2 ഗോളുകൾക്ക് FC ബാഴ്സലോണ മുന്നിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് 2 ഗോളുകൾ നേടാൻ വിയ്യാറയലിന് കഴിഞ്ഞു. സാൻഡിയും അതുപോലെ തന്നെ ടയോണുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. ഇതോടെയാണ് FC ബാഴ്സലോണക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, ഗോൾ കീപ്പറായ ടെർ സ്റ്റീഗൻ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അത് ബാഴ്സലോണക്ക് തിരിച്ചടി ഏൽപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ബാഴ്സലോണ നിലവിൽ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്താണ്. നമുക്കറിയാം, കിരീടം അവർ നേരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്. 37 മത്സരങ്ങളിൽ നിന്ന് 85 പോയിന്റാണ് അവർക്കുള്ളത്. രണ്ടാമതുള്ള റയലിന് 37 മത്സരങ്ങളിൽ നിന്ന് 81 പോയിന്റാണ് ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.